ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് കുന്തമൊക്കെ പിടിച്ചതിൻ്റെ പരിപാടി, തോമാസ് ലീഗ നിൽക്കുമ്പോൾ കുന്തമൊക്കെ പിടിച്ചതിൻ്റെ പരിപാടി എന്ന് തോന്നും. കുന്തമല്ല, ഇതൊരു കോല് നമ്മൾ ഇളക്കാൻ, നമ്മൾ വളം ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് ഫെർമെൻറ്റേഷൻ പ്രോസസ്സിലൂടെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിലൂടെ നമ്മൾ ചെടികൾക്കും, അതായത് റബ്ബർ തൈ എന്ന് മാത്രമല്ല എല്ലാവിധ ചെടികൾക്കും ഉപയോഗിക്കാൻ പാകത്തിനൊരു വളം നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അത് എങ്ങനെയാണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പം ഇത് അറിയാവുന്നവർ, നമ്മൾ ക്ലാസ് പഠിപ്പിക്കുമ്പം അറിയാവുന്നവർ കൈമുക്കാൻ പറയുമ്പോഴൊന്നും അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാൻ നമ്മൾ പറയാനില്ല. അറിയാവുന്നവർ അഭിപ്രായം പറയുക, അറിയത്തില്ലാത്തവർ അറിവായിട്ട് കൂട്ടുക. അപ്പോൾ ഇതിൻ്റെ പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 200 ലിറ്റർ വെള്ളത്തിലേക്ക് ഡയല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അളവാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ 200 ലിറ്റർ വെള്ളത്തിന് അല്ലെങ്കിൽ 200 ലിറ്ററിൻ്റെ ജാറിലേക്ക് ഇടേണ്ട അളവ് എത്രയാണ്? അപ്പോൾ ആദ്യം 1 കിലോ പിണ്ണാക്ക്, അതായത് 3 കിലോ പിണ്ണാക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം വീരേന്ദ്ര 1 കിലോ ഡാൽ ദോ इसमें 1 കിലോ ഒരു ഭാഗം. ഓക്കെ 1 കിലോ ഓക്കെ. ഈ കടലപ്പിണ്ണാക്ക് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ഒരിക്കലും വളക്കടയിൽ ചെന്നിട്ട് നമുക്ക് വളം ഉണ്ടാക്കാനുള്ള പിണ്ണാക്ക് തരാൻ പറയരുത്. വളം ഉണ്ടാക്കാനുള്ള പിണ്ണാക്ക് ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും. അപ്പോൾ അതിന് അത്ര വീര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ മൃഗങ്ങൾക്കൊക്കെ തീറ്റ മേടിക്കുന്ന കടയിൽ ചെന്നിട്ട് ആടിനോ അല്ലെങ്കിൽ പശുവിനോ കൊടുക്കാനാണെന്നും പറഞ്ഞ് നല്ല സാധനം മേടിക്കണം. എങ്കിലാണ് നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അപ്പം ഈ വളത്തിലുണ്ടാക്കുമ്പോൾ അത് പല മിക്സൊക്കെ ആയിരിക്കും, അതൊന്നും നമുക്ക് അത്ര സെറ്റപ്പ് ആവില്ല. അപ്പോൾ ഇതാണ് ഈ ആടിനെ നൽകി കൊടുക്കാൻ പറഞ്ഞ് നല്ല സാധനം മേടിക്കുകയാണെങ്കിൽ അവർ നല്ലത് തരും. അപ്പോൾ നമ്മൾ 1 കിലോ പിണ്ണാക്ക് ഇട്ടിട്ട് ഇതിലേക്ക് പിന്നെ നമ്മൾ 2 കിലോ ചാണാൻ, പച്ച ചാണാൻ ഉണ്ടോ, നല്ല പച്ച ചാണാൻ ബൈ ഒരു 2 കിലോ വേണോ. അപ്പോൾ 2 കിലോ ചാണാൻ, 2 കിലോ ചാണാനും 1 കിലോ പിണ്ണാക്കും. അപ്പോൾ ഇത് ശരിക്ക് കലക്കണം. അപ്പോൾ നമുക്കിനി ഇത് 7 ദിവസം വെയിറ്റ് ചെയ്യണം. 7 ദിവസം കഴിയുമ്പോഴാണ് ഈ സാധനം അഴുകി പുളിച്ച് നമുക്ക് വേണ്ട രീതിയിലേക്ക് ആവുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് 7ാമത്തെ ദിവസം നോക്കാം എങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മുടെ 7 സുന്ദര രാത്രികൾക്ക് ശേഷം നമ്മുടെ ചാണാനും പിണ്ണാക്കും പുളിച്ച് സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട 2 കിലോ ചാണാനും 1 കിലോ പിണ്ണാക്കും 7 ദിവസം പുളിപ്പിച്ചതാണ് ഈ കാണുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 100 ലിറ്റർ ജാറിലേക്ക് 2 ലിറ്റർ ഈ പുളിച്ചിരിക്കുന്ന ഈ വളം 2 ലിറ്റർ നമ്മൾ മിക്സ് ചെയ്യാൻ പോകണം അതിലേക്ക്. അപ്പോൾ അതിന് മുമ്പ് അത് നിറച്ച് വെള്ളം എടുക്കണം. വീരേന്ദ്ര, അത് നിറച്ച് വെള്ളം എടുക്കണം. നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ആദ്യം 1 കിലോ ഫാക്ടംബോസ് അലിപ്പിച്ച് ചേർക്കണം. പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഡയറക്റ്റ് അതിലേക്ക് ഇട്ടരുത്. അതായത് വേറൊരു പാത്രത്തിലിട്ട് അതിനെ അലിപ്പിച്ച് അങ്ങോട്ട് ഒഴിക്കും. കിട്ടോ ടാൾഡോ. പൈസ നമ്മൾ പഞ്ചസാരയൊക്കെ അലിപ്പിക്കും പോലെ. ഇനി ഇങ്ങനെ വെച്ചിട്ട് പൂരാനായി കൊത്തോട. ഇനി പിന്നെ വീണ്ടും വെള്ളം ഒഴിച്ച് അങ്ങനെ മൊത്തം അലിപ്പിച്ച് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കണം. ഇതിൻ്റെ അകത്തേക്ക് ഡയറക്റ്റ് ഇട്ട് ഇളക്കി എങ്ങനെ അലുക്കാന്ന് നോക്കിയാൽ അലുക്കില്ല, അതിൻ്റെ അടിയിൽ അത് കെട്ടിക്കിടക്കും. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഡയറക്റ്റ് ഇട്ടത് ഇതുപോലെ അലിപ്പിച്ച് മാത്രമേ ഇടാവുള്ളൂ. ഇനി നമുക്ക് ഇതിൽ നിന്നും 2 ലിറ്റർ, അതായത് 100 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മുടെ ഈ കലക്കി വെച്ചിരിക്കുന്ന ഈ വളം 2 ലിറ്റർ അതിലേക്ക് ഒഴിക്കണം. 2 ലിറ്റർ ഇത്തന
100 ml വെച്ചാണ് നമ്മളിപ്പോൾ നമ്മുടെ തൈക്ക് ഒഴിക്കുന്നത്. അത് ചെടിയുടെ വലുപ്പം അനുസരിച്ചും അതിൻ്റെ പ്രായം അനുസരിച്ചും നമുക്ക് അളവിൽ കൂടുതലും കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണം ചെയ്യാം. അപ്പോൾ നമ്മൾ 100 ml വെച്ചാണ് നിലവിൽ ചെടിക്ക് ഒഴിക്കുന്നത്. അതുപോലെ തന്നെ വേര് പിടിച്ച് നിൽക്കുന്ന ചെടിക്ക് ഈ വളം പ്രയോഗിക്കാവുള്ളൂ. നമ്മൾ പുതുതായിട്ട് കുഴിച്ചിട്ട് ഒരു ചെടിക്കോ അല്ലെങ്കിൽ വിത്തുകൾക്കോ ഒന്നും ഉപയോഗിക്കരുത്, അത് കേടായി പോവുള്ളൂ. വേര് പിടിച്ച് നിൽക്കുന്ന ചെടിക്ക് മാത്രമാണ് ഈ സാധനം ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.